യുവതിയുടെ പരാതി റിയാലിറ്റി ഷോ താരമായ ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഓഡിയോ ചാറ്റുകൾ പുറത്ത്. ഷിയാസ് പണം ആവശ്യപ്പെടുന്നതും പണം നേരിട്ട് നൽകിയാൽ മതിയെന്ന് പറയുന്നതും ചാറ്റിലുണ്ട്. 64 ലക്ഷം രൂപ ഷിയാസ് കബളിപ്പിച്ച് തട്ടിയെടുത്തെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്ന വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു യുവതിയുടെ പരാതി. ബ്രദറിൻ്റെ അടുത്ത് അന്ന് കൊടുത്തില്ല കുറച്ച് പൈസ, നീ കൊടുത്ത് 10 ലക്ഷം രൂപ നീ കൊണ്ട് ആരും കൊടുത്തിട്ടില്ല. അത് വാങ്ങിച്ചിട്ട് നമുക്ക് ജിമ്മിൻ്റെ കുറച്ച് പണികൾ സെറ്റ് ചെയ്തിട്ട് ജിമ്മൊന്ന് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി റേഞ്ച് മാറും. നടനും റിയാലിറ്റി ഷോ താരവുമായ ഷിയാസ് കരീം പണം ചോദിച്ച് യുവതിയുമായി സംസാരിക്കുന്നതിന്റെ ഓഡിയോ ചാറ്റുകളാണ് പുറത്തു വന്നത്. ജിം സെന്ററിന്റെ നവീകരണത്തിന് ഓഡിറ്റോറിയം എടുത്തതിന്റെ വാടകയ്ക്കായി 10 ലക്ഷം രൂപ മഹർ സ്വർണം വാങ്ങാനായി എന്നിങ്ങനെ പല ആവശ്യങ്ങൾ പറഞ്ഞ് പണം ചോദിക്കുന്നു. അതും അക്കൗണ്ടിൽ വേണ്ട, പണമായി കയ്യിൽ മതി. അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിന് പേര് നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ടിൽ ഇടുക, എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. പ്രണയം നടിച്ച് വിശ്വാസമാർജിച്ച ശേഷം വഞ്ചിച്ചു എന്നും യുവതിയുടെ പരാതിയിലുണ്ട്. ഓഡിയോ ചാറ്റിൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകളുമുണ്ട്. മരണം വരെ കൂടെയുണ്ടാകുമെന്നും ഈ ബന്ധം രഹസ്യമാക്കി വെക്കണമെന്നും പറയുന്നു. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. ഓഡിയോ ചാറ്റുകളും പണം കൈമാറിയതിന്റെ ബാങ്ക് വിവരങ്ങളും ഉൾപ്പെടെയാണ് വിദേശ വ്യവസായിയായ യുവതി പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. 64 ലക്ഷം രൂപ തിരികെ ചോദിച്ചപ്പോൾ നഗ്നചിത്രം പുറത്തുവിടും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി എന്നതായിരുന്നു പ്രധാന പരാതി. ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് ഷിയാസ് കരീമിനെതിരെ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, സാമ്പത്തിക വഞ്ചന, ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.